എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം കുലദേവത, അതായത് കുടുംബക്ഷേത്രത്തിലെ ദേവത, പരദേവത എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന നമ്മളുടെ കുലദേവത നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും കാണുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം പറഞ്ഞുവല്ലോ, കുടുംബദേവത, കുലദേവത നമ്മളിൽ പ്രസന്നയായി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന കുറച്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ലക്ഷണങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ കുലദേവത നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളിൽ പ്രസന്നയാണ് എന്നുള്ളത്. കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ പോകണവരായിരിക്കണം. എന്ത് വിശേഷം വന്നാലും കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. വർഷഘോഷങ്ങളിൽ പങ്കെടുക്കണം. ക്ഷേത്രം നിലനിർത്തി ഐശ്വര്യപൂർണ്ണമാക്കി കൊണ്ടുപോകാൻ വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഇപ്രകാരമൊക്കെ കുടുംബദേവതയെ പരിപാലിച്ച് നമ്മൾ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ ലക്ഷണങ്ങളും ഇതിൽ പറയുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. കഷ്ടതകൾ, അതായത് ഓരോ കഷ്ടതകൾ നമുക്ക് വന്നു ചേരുക, ഓരോ പ്രശ്നങ്ങൾ നമുക്ക് വന്നു ചേരുക, നമ്മൾ ചിന്തിക്കാത്ത പോലും വന്നു ചേരുക, കലതാവുക, അങ്ങനെയുള്ള കഷ്ടതകൾ, ദുരിതങ്ങൾ ഒക്കെ നമ്മൾ ദുരിത വാർത്തകൾ കേൾക്കേണ്ടി വരിക. അങ്ങനെയുള്ളവയൊക്കെ നമ്മളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പരിഗണിച്ച് പോകുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ആ പ്രശ്നം തീർന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുലദേവത നിങ്ങളിൽ പ്രസന്നയായിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഐക്യം, നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവരും ഒറ്റ ഇതോടുകൂടി, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോളൂ, നിങ്ങളുടെ കുലദേവത നിങ്ങളിൽ പ്രസന്നയായിരിക്കുന്നു. ഐശ്വര്യം, എപ്പോഴും നമ്മുടെ വീട്ടിൽ ഐശ്വര്യപൂർണ്ണമായി വീട് മുന്നോട്ട് പോകുക. അതായത് എന്ത് കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയുക, നേടിയെടുക്കാൻ കഴിയുക, അതിനുള്ള വഴികൾ വരിക. അതേപോലെ നമ്മൾ പണത്തിന് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് സഹായങ്ങളായി എത്തുക. മനസ്സിലാവുണ്ടോ? നമ്മൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് ബാക്കി പണം മിച്ചം വരിക. ഇപ്രകാരമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കുലദേവത നമ്മളിൽ പ്രസന്നയായിരിക്കുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മനസ്സമാധാനം, നമുക്ക് എപ്പോഴും മനസ്സമാധാനങ്ങൾ ഉണ്ടാവുക. അല്ലാതെ ആ അവലാതി ഈ അവലാതി അത് വന്നു ഇത് വന്നു ഇങ്ങനെയുള്ള ചിന്തനകളൊന്നുമില്ലാതെ സമാധാനം നമുക്ക് എപ്പോഴും ലഭിക്കുക. മനസ്സിലായിട്ടോ? സമാധാനം വന്ന് നമ്മളിൽ ചേരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, കുലദൈവത നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത്. സുഗന്ധം, എന്തെങ്കിലുമൊക്കെ സുഗന്ധങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തള്ളിക്കയറി വരിക. പെട്ടെന്ന് ഏത് സമയം എന്നില്ല, ഒരു സുഗന്ധം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോളൂ, നിങ്ങളുടെ കുലദേവത നിങ്ങളിൽ പ്രസന്നയായിരിക്കുന്നു എന്ന്. ഊർജം, വീട്ടിലുള്ളവരൊക്കെ ഈ അലസത മാറി ഊർജത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി കുടുംബം പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഉത്സാഹരായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചപ്പെടുത്തിയോളൂ, നിങ്ങളുടെ കുലദേവത നിങ്ങളിൽ പ്രസന്നയായിരിക്കുന്നു എന്നുള്ളത്. സ്വപ്നം, നമ്മൾ സ്വപ്നം കാണുക, അതായത് എല്ലാവരും സ്വപ്നം കാണും. എന്നാൽ കുടുംബനാഥൻ
ഇവർക്കാണ് കുടുംബത്തിലെ വരാൻ പോകുന്ന കാര്യങ്ങളെ സൂചനകൾ പെട്ടെന്ന് നൽകുക. അപ്പോൾ ഇവർ സ്വപ്നം ഇപ്രകാരം കാണുകയാണെങ്കിൽ, അതായത് വെളുത്ത കൈകൾ, വെളുത്ത കൈപ്പത്തി, അതുപോലെ വെളുത്ത കുതിര, വെളുത്ത പാമ്പ് അല്ലെങ്കിൽ നാഗം, ഇവയെ ഏതെങ്കിലും നിരന്തരമായി നിങ്ങൾ സ്വപ്നം കണ്ട് അലട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയോളൂ, നിങ്ങളുടെ കുലദേവത നിങ്ങൾക്കൊപ്പം ഉണ്ട്. പിതൃകൾ മരിച്ചുപോയവർ, നമ്മുടെ മരിച്ചുപോയ പിതൃകൾ നിരന്തരം നമ്മൾ സ്വപ്നദർശനം കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുലദേവത നിങ്ങളിൽ പ്രസന്നയായിരിക്കുന്നു. കാരണം നമ്മുടെ പിതൃകൾക്കും അതേപോലെ കുലദേവതയ്ക്കും ഒരു ബന്ധമുണ്ട്. അവരുടെ പിതൃകളുടെ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ കൂടെ നമ്മുടെ കുലദേവത നമ്മൾ പ്രസന്നയായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അപ്രകാരമുള്ള സ്വപ്നം നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് നമ്മുടെ കുലദേവത നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന സൂചനകൾ. അപ്പോൾ എല്ലാവരും ഈ സൂചനകളൊക്കെ മനസ്സിലാക്കുക. കുലദേവതകളെ കൂടുതൽ സ്നേഹിക്കുക. അവരെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നടത്തി പ്രസന്നയാക്കി മാറ്റുക. നമ്മുടെ ജീവിതം പൂർണ്ണമായി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും സന്തോഷമായിരിക്കും.